ലൈംഗിക അധിക്ഷേപ പരാതിയിൽ കേസും അറസ്റ്റും. ഒടുവിൽ ബോബി ചെമ്മണ്ണൂർ ജയിലിലേക്ക്. നടി ഹണി റോസിന്റെ പരാതിയെ തുടർന്നുള്ള കേസിലാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ബോബിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധി വന്നതോടെ കോടതിയിൽ അരങ്ങേറിയത് നാടകീയ രംഗങ്ങൾ. വിധി കേട്ടതിന് പിന്നാലെ ബോബിക്ക് ദേഹാസ്വാസ്ഥ്യം. രക്തസമ്മർദ്ദം ഉയർന്ന് പ്രതിക്കൂട്ടിൽ തളർന്നിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കാക്കനാട് ജില്ലാ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിക്കുന്നവർ പോലീസ് വാഹനം തടയുകയും സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ബോബി ചെമ്മണ്ണൂർ നിരന്തരമായി ലൈംഗിക അധിക്ഷേപം നടത്തുന്നു എന്ന് നടി ഹണി റോസ് നൽകിയ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ബോബിയെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉച്ചയ്ക്ക് 12:45ഓടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ എത്തിച്ചത്. കോടതി മുറിക്കുള്ളിൽ പ്രോസിക്യൂഷനും പ്രതിഭാഗവുമായി 1 മണിക്കൂറോളം നീണ്ട ശക്തമായ വാദപ്രതിവാദം. കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്ന് പറഞ്ഞ കോടതി പക്ഷേ ഉടൻ വിധി പറഞ്ഞില്ല. പിന്നെ വിധിക്കായി കാത്തിരിപ്പ്. കോടതി മുറിക്ക് സമീപം കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒപ്പം നിൽക്കുകയായിരുന്നു ഈ സമയം ബോബി ചെമ്മണ്ണൂർ. 4:45ഓടെ ജാമ്യഹർജി തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവം. കാലിലെ വേദനയും നടുവേദനയുമല്ലാതെ മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് നേരത്തെ കോടതിയോട് പറഞ്ഞ ബോബി വിധി കേട്ടപ്പോൾ തളർന്നു. രക്തസമ്മർദ്ദം ഉയർന്നു. പിന്നാലെ ദേഹാസ്വാസ്ഥ്യവും. കോടതി മുറിയിൽ വിശ്രമിക്കാൻ ബോബിക്ക് കോടതി നിർദ്ദേശം നൽകി. തുടർന്ന് വൈദ്യപരിശോധനയ്ക്കായി ജനറൽ ആശുപത്രിയിലേക്ക്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എ അഭിരാമിയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. തങ്ങൾ ഉന്നയിച്ച വാദങ്ങൾ കോടതി അംഗീകരിച്ചെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. റിമാൻഡ് ചെയ്തു. ഒരു ഘട്ടത്തിലും ജാമ്യം കൊടുക്കരുതെന്ന് വാദിച്ചിരുന്നു. എന്താണ് കോടതി കൃത്യമായി കോടതി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു? വീഡിയോസ് ഹാജരാക്കി സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുള്ളതുകൊണ്ട് ബെയിൽ നിഷേധിക്കാൻ പറഞ്ഞു. കോടതി അത് അംഗീകരിച്ചു. കൃത്യമായി നമുക്ക് നമ്മുടെ വാദം കോടതിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു. ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് അങ്ങനെ ഒരു താല്പര്യം കോടതിയിലെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. കോടതി പരിശോധിച്ചിട്ടുണ്ടാകാം. അപ്പീൽ നൽകാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. രാമപിള്ള സാറായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കും. ജാമ്യം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നോ ഇതിന് മുന്നോട്ട് പോയിരുന്നത്? ഞാൻ വളരെ ഒരു ശുഭാപ്തി വിശ്വാസിയാണ്. എന്നും ശുഭാപ്തി വിശ്വാസിയാണ്. അപ്പീലല്ല, നാളെ നമ്മൾ ജില്ലാ കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതിയെ ജയിലിലേക്ക് മാറ്റിയപ്പോൾ പോലീസ് വാഹനം തടഞ്ഞായിരുന്നു ബോബി ഫാൻസിന്റെ പ്രതിഷേധം. കൃത്യമായ വൈദ്യപരിശോധന നടത്തിയില്ലെന്നും അവർ ആരോപിച്ചു. ഒരു കൊലപാതകനെ കൊണ്ടുപോയത് എന്താണ് സാർ ചെയ്ത തെറ്റെന്താണ്? സാറ് കൊണ്ടുപോയത് കുത്തിപ്പിടിച്ചൊരു കൊലപാതകനെ കൊണ്ടുപോയത് ചെയ്ത് സാറ് സാറ് പറഞ്ഞിട്ടില്ല. എങ്ങോട്ടാ കൊണ്ടുപോയത് അറിയത്തില്ല. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. ഇത്ര നേരം ഞങ്ങളൊന്ന് കാണാൻ പോലും സമ്മതിച്ചിട്ടില്ല. അയാൾ ആ വണ്ടി കയറുമ്പോ മിണ്ടുന്നില്ല. അയാൾ ആ വണ്ടി കയറുമ്പോ അയാൾ മിണ്ടുന്നില്ല. അയാൾക്ക് ബോധമില്ല. പ്രഥമദൃഷ്ട്യാ പ്രതി കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അനുവാദമില്ലാതെ പരാതിക്കാരിയുടെ ശരീരത്തെ സ്പർശിച്ചു. അശ്ലീല ദ്വയാർത്ഥ പ്രയോഗങ്ങളും നടത്തി. ലൈംഗിക ഉദ്ദേശത്തോടെ നിരന്തരം ഇടപെട്ടു. ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനിടയുണ്ടെന്ന പോലീസ് വാദവും കോടതി അംഗീകരിച്ചു. 7 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റിയത്. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാധ്യമങ്ങളോട് ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചു. ബുധനാഴ്ച രാവിലെ നാടകീയ നീക്കങ്ങളിലൂടെയാണ് വയനാട് മേപ്പാടിയിലെ റിസോർട്ടിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി കഴിഞ്ഞത് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ. പോലീസ് കസ്റ്റഡിയിലിരിക്കെ രാത്രിയും പുലർച്ചെയും കോടതിയിലെത്തിക്കുന്നതിനു മുൻപും ബോബിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. സിനിമാ പ്രചാരണം ലക്ഷ്യമിട്ടാണ് ഹണി റോസിന്റെ പരാതിയെന്ന വാദം തള്ളിയ പോലീസ് പഴുതടച്ച നീക്കങ്ങളിലൂടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ അഴിക്കുള്ളിലെത്തിച്ചത്. ന്യൂസ് 18 കൊച്ചി.